Hello guys, welcome to Cooking Diaries. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് റെസിപ്പി വീഡിയോ അല്ല കേട്ടോ. നമ്മളിവിടെ അടുത്തുള്ള ഒരു പാർക്ക് പോയപ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബേഡ്സിനെയും അനിമൽസിനെയും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കിക്കോ, ഒരിക്കലും നഷ്ടാവില്ല. അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം പോകാനൊന്നുമില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. സാധാരണ നമ്മൾ പാർക്കിൽ പോകുമ്പം കുട്ടികൾക്ക് കളിക്കാനുള്ളതും അങ്ങനെയൊക്കെയാണ് അല്ലേ കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ ഒരു പാർക്കിൽ നമുക്ക് കുറച്ചധികം തന്നെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സെൽവ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. 3 മണിക്കാണിത് ഇവിടെ ഓപ്പൺ ആവുന്നത്. അങ്ങനെ പാർക്കിലെത്തി നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പം ഒരാൾക്ക് 20 റിയാൽ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കുട്ടികൾക്ക് ആവശ്യമല്ല, വലിയവർക്ക് മാത്രമാണ് ടിക്കറ്റ് വേണ്ടത്. അപ്പം ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പം ഇവിടെയുള്ള കാഴ്ചകൾ ഓരോന്നായിട്ട് കാണാം. അപ്പം ഇതാണ് കേട്ടോ പാർക്കിനുള്ളിലേക്കുള്ള എൻട്രൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മാനുകൾ. മാനുകൾ കൂട്ടിലൊന്നല്ല, അതിൽ പുറത്തു കൂടെ തന്നെ അങ്ങനെ നടക്കുകയാണ്. നമുക്ക് പോനോ, പോയിക്കോട്ടെ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മാനുകൾ അങ്ങനെ കൂട്ടിലാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവരങ്ങനെ പുല്ലൊക്കെ തിന്ന് അതിലങ്ങനെ നടക്കുകയാണ്. പിന്നെ പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു മാനുകൾ ആൾക്കാരെ കയ്യിൽ നിന്നൊക്കെ ഫുഡ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. മാനുകൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് കുതിരകളാണ് കേട്ടോ. അപ്പം 10 റിയാൽ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കുതിരപ്പുറത്ത് പോകാനൊക്കെ പറ്റും. കുറച്ച് സമയം അങ്ങനെ മാനുകളെയൊക്കെ കണ്ട് അവിടെ നിന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ വെള്ളത്തിൻ്റെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്.
അങ്ങനെ വെള്ളത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ കണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് നല്ല കുറച്ച് വലിയ ഒരു ഈത്തപ്പന തോട്ടമാണ് കേട്ടോ. അപ്പം നമ്മളൊരു ബീച്ചിലൊക്കെ ചെന്ന പോലെയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു അവിടെ. അപ്പം പിന്നെ അവിടെയൊക്കെ കുറച്ച് സമയം അങ്ങനെ നിന്ന് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ ബേർഡ്സും അനിമൽസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ബേഡ്സിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഒട്ടകപ്പക്ഷിനെയാണ്. അപ്പം എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, ഒട്ടകപ്പക്ഷിയാണ് ഏറ്റവും വലിയ ബേഡ്. അപ്പം ഈ ഒരു ഒട്ടകപ്പക്ഷികൾക്ക് പറക്കാനുള്ള കഴിവില്ല കേട്ടോ. പറക്കാനുള്ള കഴിവില്ലെങ്കിലും സ്പീഡിൻ്റെ കാര്യത്തിൽ ഇവർ തന്നെയാണ് കേട്ടോ ഫസ്റ്റ്. അപ്പം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ബേഡ് ഒട്ടകപ്പക്ഷിയാണ്. പൂട്ടിക്കണേ. ഈ ഒരു ഒട്ടകപ്പക്ഷിയുടെ വെയിറ്റ് പറയുകയാണെങ്കിൽ മെയിൽ ഒട്ടകപ്പക്ഷിക്ക് 100 മുതൽ 130 കിലോഗ്രാം വരെ വെയിറ്റ് ഉണ്ടാവും. ഫീമെയിൽ ആണെങ്കിൽ 90 മുതൽ 120 കിലോഗ്രാം വരെയാണ് കേട്ടോ വെയിറ്റ് ഉണ്ടാവുക. അപ്പം മെയിൽ ഒട്ടകപ്പക്ഷിനെയും ഫീമെയിലിനെയും തിരിച്ചറിയാൻ ഈസിയാണ്. ഈ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളതാണ് മെയിൽ. ഫീമെയിൽ ഒരു ഗ്രേ കളറായിരിക്കും. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി ആയതുകൊണ്ട് തന്നെ ഇവരുടെ മുട്ടയാണ് കേട്ടോ ഏറ്റവും വലിയ മുട്ടയും. 24 കോഴിമുട്ട കമ്പൈൻ ചെയ്ത അത്രയും ഉണ്ടാവും ഒട്ടകപ്പക്ഷിയുടെ ഒരു മുട്ട. പിന്നെ ഒരു 3 ആൾക്കാരെ കണ്ണു ചേർത്തിട്ടുണ്ട്. ഒട്ടകപ്പക്ഷിൻ്റെ അപ്പുറത്ത് തന്നെ ലാർജസ്റ്റ് നേറ്റീവ് ബേർഡ് ആയിട്ടുള്ള എമു ആണ് ഉണ്ടായിരുന്നത്. അപ്പം സാധാരണ നമ്മൾ ബേർഡ്സിൻ്റെ മുട്ടയൊക്കെ കണ്ടിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലാവില്ലേ, പക്ഷേ ഈ ഒരു എമുവിൻ്റെ മുട്ട കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കളറിൻ്റെ കാര്യത്തിൽ ഇവരുടെ മുട്ട ഒരു ഗ്രീൻ കളറിലാണ് വരുന്നത്. ഒട്ടകപ്പക്ഷിൻ്റെ ഒരു മുട്ട 24 കോഴിമുട്ടക്ക് തുല്യമാണ് പറഞ്ഞില്ലേ, അതേപോലെ ഈ ഒരു എമുവിൻ്റെ മുട്ട ഒരു മുട്ട 10 കോഴിമുട്ടക്ക് തുല്യമാണ് കേട്ടോ. നമ്മുടെ സാധാരണ കോഴിമുട്ട 10 കോഴിമുട്ട കമ്പൈൻ ചെയ്ത് അത്രയും ഉണ്ടാവും ഈ എമുവിൻ്റെ ഒരു മുട്ട. അങ്ങനെ പിന്നെ എമുവിനെയും ഒട്ടകപ്പക്ഷിനെ കണ്ട് പിന്നെ വേറെയും കുറച്ച് അനിമൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ആടുകളുള്ള ഭാഗത്തേക്കാട്ടോ പോയത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ആടുകളെ ആവൂലേ, പക്ഷെ ഇവിടെ ഒരുപാട് വെറൈറ്റി ആടുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആടുകളെയൊക്കെ കണ്ട് പിന്നെ ആ ഭാഗത്തുനിന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈത്തപ്പന തോട്ടമുണ്ട്. അപ്പം ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പം നല്ല ഈന്തപ്പനമെന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അവിടെ പോയി
ഇപ്പൊ അത് ചാടും. ഞാൻ ഇത്ര ഓടിയിട്ടില്ല. ഫിലിമാ? അങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടി പിന്നെ നമ്മൾ ബേഡ്സിനെ മുഴുവനായിട്ട് കണ്ടു തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതും കൂടെ കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം അവിടെയാണ് കേട്ടോ പിന്നെ മയിലും താറാവും ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എന്തിനാ ഫിലിമ ഹസ്കിയുടെ
അങ്ങനെ കാഴ്ചകൾ കുറച്ച് സമയമൊക്കെ കണ്ട് ഇപ്പം മുഴുവനായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ പ്ലേ ഏരിയ കണ്ടപ്പം പിന്നെ പൊന്നുവിനൊക്കെ കളിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതായപ്പം പിന്നെ അവിടെ കുറച്ച് സമയം നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇതിനുള്ളിലേക്കുള്ള ടിക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. അപ്പം 10 റിയാൽ വെച്ചിട്ടാണ് ഒരു കുട്ടിക്ക് വരുന്നത്. ടിക്കറ്റ് എടുക്കുമ്പം കുട്ടികളെ കയ്യിൽ ഇതേപോലൊരു സീൽ വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പം കൂടെ നമുക്കും കയറാനും അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ശരിയാണ്. അപ്പം പ്ലേ ഏരിയൻ്റെ അവിടെ ഒരുപാട് സമയം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എത്ര കളിച്ചാലും കുട്ടികൾക്ക് മതിയാവില്ല അല്ലേ. അപ്പം പിന്നെ അവിടെ ടൈം ലിമിറ്റും ഇല്ല, നമുക്ക് കുട്ടികൾക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ കളിക്കാം. അങ്ങനെ ഒരുപാട് സമയം അവിടെ നിന്ന് പിന്നെ അതാ വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും ലൈറ്റൊക്കെ ഓണായി തുടങ്ങി. അപ്പം നമ്മൾ നേരത്തെ കാഴ്ചകൾ മുഴുവനായിട്ട് കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞില്ലേ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. പിന്നെ ബാക്കിയുള്ളതും കൂടെ കാണാം കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളത് ബേർഡ്സ് തന്നെയാണ്. ഇളകല്ലേ
ഇത് ഇടും നിലത്തേക്ക് ഇട്ടത് കൊടുത്താൽ ഒന്നും കാട്ടില്ല അന്ന് ആവുകൊണ്ട് വലിച്ചു പോയിക്കോളും കൊടുക്ക് സാധനം കൊടുക്ക് വലിച്ചാൽ പോരും അങ്ങോട്ട് കൊടുക്ക് തൊള്ളി കൊടുക്ക് ഞാൻ ടൈമൂടെയൊക്കെ ആവും ഇന്ന് ആവാം ഇന്ന് വെച്ചില്ല. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് വന്നപ്പം ആദ്യം തന്നെ കണ്ടിരുന്ന ആ ഒരു എൻട്രൻസ് ആണ് കേട്ടോ അത്. രാത്രി ആയപ്പം ലൈറ്റൊക്കെ വന്നപ്പം ഒന്നുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ട്. പല പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സും ലൈറ്റും കൂടെ വന്നപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗവും ഒക്കെ ഇനിയിപ്പം ലൈറ്റ് വന്നിട്ടുള്ള ഒരു വ്യൂ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെൽവ പാർക്കിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ബേഡ്സിനെയും അനിമൽസിനെയൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അപ്പം ആദ്യമായിട്ട് കാണുന്നവയും പിന്നെ മുമ്പ് കണ്ടിട്ടുള്ളതും ഒക്കെ ഈ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. പിന്നെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്